ഓപ്പറേഷൻ. ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കാമെന്ന് അമേരിക്കയുടെ പ്രതികരണം വരികയാണ്. മാർക്കോ റൂബിയോ ജയശങ്കറുമായി സംസാരത്തിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കാം എന്ന അമേരിക്കൻ നിലപാട്. അമേരിക്ക അങ്ങനെ ഒരു നിലപാട് ഇന്ത്യയെ അറിയിച്ചു എന്ന വിവരം ഇപ്പോൾ പി ബസന്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും വഴി കണ്ടെത്തണം എന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശം. ബസന്ത്, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എസ് ജയശങ്കറുമായി സംസാരിച്ചിരിക്കുന്നു. നേരത്തെ അദ്ദേഹം അസീം മുനീറുമായും സംസാരിച്ചിരുന്നു. ചർച്ചകൾ ഫെസിലിറ്റേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അമേരിക്കയുടെ വാഗ്ദാനം. കരയുദ്ധം ആസന്നമാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ഡി എസ്കലേഷന് വേണ്ടി അമേരിക്ക ആത്മാർത്ഥമായി ശ്രമിക്കുകയാണോ? അഭിലാഷ്, ഇതിലൊരു വളരെ വൈരുദ്ധ്യമുണ്ട്. അതായത് കാരണം കഴിഞ്ഞ ദിവസം IMF-ന്റെ യോഗത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി വോട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള തരത്തിൽ ഇന്ത്യയുമായി ഇപ്പോൾ ഒരു സംസാരം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പാകിസ്ഥാൻ സൈനിക മേധാവിയുമായി സംസാരിച്ച ശേഷമാണ് ജയശങ്കറുമായി ഇപ്പോൾ മാർക്കോ റൂബിയോ സംസാരിക്കുന്നത്. എന്നിട്ടിപ്പോൾ അമേരിക്കയുടെ റീഡൌട്ടിൽ പറയുന്നത് തന്നെ ഒരു ചർച്ചയ്ക്ക് ഫെസിലിറ്റേറ്റിംഗ് ചെയ്യാം എന്നുള്ള തരത്തിലാണ്. അതായത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇതാണ്: He further proposed US support in facilitating productive discussions to avert future disputes എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചർച്ചയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം, ഞങ്ങൾ വഴിയൊരുക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ ജയശങ്കറിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ഇത്തരമൊരു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതായത് ഇന്നിപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് കരസേന അതിർത്തിയിലേക്ക് നീങ്ങുന്നു, പാകിസ്ഥാൻ്റെ കാലാൾപ്പട അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഇനിയൊരു ഡി എസ്കലേഷനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയും സുസജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ജിതേന്ദ്ര സിംഗ് തന്നെ പറഞ്ഞു, കഠുവ അടക്കമുള്ള അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർണ്ണമായി കഴിയുന്നു എന്നുള്ളത്. അതായത് പൂർണ്ണമായും ഇപ്പോൾ അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സേനാവിന്യാസമാണ് നടന്നിട്ടുള്ളത്. അതായത് ഏകദേശം ഒരാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുള്ള ഈ ഒഴിപ്പിക്കൽ നടപടികൾ കഴിഞ്ഞ ദിവസം അവസാനിച്ചു എന്നുള്ളൊരു സൂചനയാണ് ജിതേന്ദ്ര സിംഗ് നൽകിയത്. അതായത് എത്രയും വേഗത്തിലാക്കിയിട്ടുണ്ട്, 24 മണിക്കൂറിനകം അത് അവസാനിപ്പിക്കുമെന്ന് അല്ലെങ്കിൽ പൂർത്തിയാക്കുമെന്ന് ഇന്നലെ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അപ്പോൾ അതിർത്തിയിലെ ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ സേന എത്തി എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ കരസേനയും ഈ അതിർത്തിയിലും നിയന്ത്രണ രേഖയുടെ ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് അവിടെ ഇന്ത്യ സജ്ജമായ ശേഷമാണ് ഇന്ത്യ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ കരസേന ഈ ഭാഗത്തേക്ക് വരുന്നു, ഞങ്ങൾ തയ്യാർ എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന സന്ദേശം. യെസ്, ഒപ്പം ഒരു പ്രധാനപ്പെട്ട PIB ഫാക്ട് ചെക്ക് വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭട്ടിൻഡ എയർഫീൽഡ് തകർത്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതല്ല, PTV ആണ് വാർത്ത കൊടുക്കുന്നത്. ഇന്ത്യയുടെ ദൂരദർശൻ പോലെയാണ് പാകിസ്ഥാനിൽ PTV തന്നെ ഇന്ത്യയുടെ ഭട്ടിൻഡ എയർബേസ് തകർത്തു എന്നൊരു വ്യാജ വാർത്ത കൊടുക്കുകയാണ്. PIB ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു, ഇന്ത്യയുടെ ഭട്ടിൻഡ എയർബേസ് സുശക്തമാണ്, ഒരു കുഴപ്പവുമില്ല, ഭട്ടിൻഡ എയർബേസിന് ഒരു പോറൽ പോലുമില്ല. ഇന്ത്യയുടെ ഭട്ടിൻഡ എയർബേസ് തകർത്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ PTV അടക്കം അവകാശവാദം ഉന്നയിക്കുകയാണ്. നേരത്തെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ എയർബേസുകൾ, ഇന്ത്യയുടെ എയർഫോഴ്സ് സ്റ്റേഷനുകൾ ഫുള്ളി ഓപ്പറേഷണൽ ആണ് എന്ന് വിശദീകരിച്ചിരുന്നു. നമുക്ക് ഹരിയാനയിലെ സിർസ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. സിർസ എയർ സ്റ്റേഷൻ ആക്രമിച്ചു എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം, പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെയുള്ള ടൈം ഉൾപ്പെടെ അതിനകത്ത് രേഖപ്പെടുത്തിയുള്ള ഇന്ന് രാവിലത്തെ ഫോട്ടോകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് നമ്മുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ദൃശ്യങ്ങളാണ്.